ശ്രീമതി ഭാഗ്യലക്ഷ്മി, സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഹണി റോസിന്റെ പരാതിയിൽ ഉണ്ടായിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ നടപടികളെ നോക്കിക്കാണുന്നത്? ആശ്വാസകരമായ നടപടി എന്ന് പറയുമ്പോൾ കസ്റ്റഡിയിൽ എടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമുക്കിവിടെ സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് സെലിബ്രിറ്റിയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അവര് എന്ത് ചെയ്താലും അതിന് താഴെ വന്ന് തോന്നിയ രീതിയിൽ അവന്റെ വായിക്ക് തോന്നുന്ന തെറികളും അശ്ലീല കമന്റുകളും ഒക്കെ ഇടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിന് നിയമപരമായി അങ്ങോട്ട് പോകുമ്പോ ഈ കേസ് ആര് കൊടുത്തോ അവര് കയറി ഇറങ്ങുക എന്നുള്ളതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കസ്റ്റഡിയിലെടുത്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു, കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് കാര്യമായില്ല. ഈ നിയമം കുറെ കൂടി ശക്തമാകണം. ഇനി ഈ പറയുന്ന വായിക്ക് തോന്നുന്നത് ഏതൊരു സ്ത്രീ ആർക്കും എന്തും പറയാം എന്നുള്ള രീതി ഇങ്ങനെ പോയാൽ പറ്റില്ല. എന്തായാലും ഇതൊരു ചെറിയ നടപടിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഈ നടപടിയിൽ അയാളുടെ പണം സ്വാധീനം ഉണ്ടാകരുത്. അയാൾ ഒരു വലിയവനാണ് എന്നൊരു ധാരണ അയാൾക്കുണ്ട്. സമ്പത്ത് കൊണ്ട് അയാൾ വലിയവനാണെന്ന് അയാൾ വിചാരിക്കുന്നു. ആ ഒരു ധാരണ മാറ്റിക്കൊടുക്കണം. ഇത്രയും കാലം അയാൾക്ക് ഈ സമൂഹം കൊടുത്ത ഒരു ധൈര്യമുണ്ട്. അയാൾ പറയുന്ന ഓരോ വഷളൻ പ്രയോഗങ്ങൾക്കും, ഓരോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കൈയടിച്ചും ചിരിച്ചും പ്രോത്സാഹിപ്പിച്ച സ്ത്രീ പുരുഷ സമൂഹമുണ്ട് ഇവിടെ. എല്ലാവരും ഇതിന് കാരണക്കാരാണ്. ഒരു ബോബി ചെമ്മണ്ണൂരല്ല. ഒരു ബോബി ചെമ്മണ്ണൂരിനെ പോലെ എത്രയോ ബോബി ചെമ്മണ്ണൂരുമാർ ഇവിടെ ഉണ്ട്. വീട്ടിനുള്ളിലും വീടിന് പുറത്തുമുണ്ട്. അപ്പോ ഈ ഉള്ളിലുള്ളവർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു എനിക്ക് അറിയില്ല. പക്ഷെ നിയമപരമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് വായിൽ തോന്നുന്ന രീതിയിൽ ഇനി ആരും ഇത്തരത്തിലുള്ള കമന്റ് പറയരുത്. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ വളരെ ശക്തമായ നടപടികളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കുറെ നാൾ കഴിയുമ്പോൾ സമൂഹം ഇത് മറക്കും. വീണ്ടും ഇത് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും. ആ നിലയിലേക്ക് പോകരുത്. ഇതിന് ശക്തമായ ഒരു നിയമം തന്നെ ഇവിടെ കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, എത്ര വഷളത്തരമാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിളമ്പുന്നത്? ഇയാളുടെ ബ്ലോഗിലൂടെയൊക്കെ പുറത്തു വരുന്ന അശ്ലീലം ഇനിയും മലയാളി സഹിക്കണോ എന്നുള്ള തരത്തിൽ വരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു ഘട്ടം വന്നു. ഹണി റോസിനെ കുന്തിദേവിയോട് ഉപമിച്ചുകൊണ്ടാണ് ഇയാൾ മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഒരു പരാമർശമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് നിരന്തരം പുറകെ നടന്ന് ശല്യപ്പെടുത്തുക, ഈ ശല്യപ്പെടുത്തൽ അസഹനീയമായ ഒരു ഘട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതിക്ക് മുതിർന്നത്. യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്താൽ ഏതെങ്കിലും വിധത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്ന് സ്ത്രീകൾ സംശയിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവിടെയാണ് ഹണി റോസ് വലിയൊരു തിരുത്തൽ ശക്തിയായി മാറിയത്. ആ ധീരതയെ നമുക്ക് എങ്ങനെ കാണാം? നോക്കൂ, കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഒരു സ്റ്റേജിൽ വെച്ച് ഇയാൾ ഈ പുരാണ കഥാപാത്രവുമായി ബന്ധപ്പെടുത്ത് ഹണി റോസിയെ അപമാനിച്ച് സംസാരിച്ചത്. അത് ഹണി റോസും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ ഓർത്തു, ഒരാൾ തന്നെ മുന്നിൽ നിർത്തി അപമാനിക്കുമ്പോൾ അവർ എന്തുകൊണ്ടാണ് അത് പ്രതികരിക്കാതിരുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അതുകൊണ്ടാണ് നമ്മളെല്ലാരും നിശബ്ദരായിരുന്നത്. വാസ്തവത്തിൽ വീട്ടിലിരുന്ന് കാണുന്ന നമുക്കൊക്കെ തോന്നിയിരുന്നു ഇതെന്താണത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്നെ ഒരാളെ എന്റെ മുമ്പിൽ നിർത്തി അപമാനിക്കുമ്പോ ഞാനൊന്നും പ്രതികരിക്കാതിരിക്കുമ്പോൾ എന്റെ ചുറ്റിൽ കാണുന്നവർ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ? അന്ന് തന്നെ അവിടെ വെച്ച് തന്നെ അത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ അയാൾ ഇത്രയധികം വീണ്ടും ഈ മാസങ്ങൾക്കുള്ളിൽ അയാൾ വളരില്ലായിരുന്നു. ആ പദപ്രയോഗത്തിൽ വേറെ എത്രയോ ഇന്റർവ്യൂവിൽ അയാൾ വീണ്ടും 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 ആസ്വദിച്ച് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ ആസ്വാദനത്തിൽ ഒരു പെൺകുട്ടി പോലും ഇരുന്ന് എന്ന് ചിരിക്കുന്ന ഒരു വീഡിയോയും ഞാൻ കണ്ടു. ആ പെണ്ണ് ചോദിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് എന്തിനാണ് അത് വീണ്ടും ഒരാളെ കൊണ്ട് അത് വീണ്ടും പറയിപ്പിക്കുന്നത് എന്താണ്? അപ്പൊ അയാൾ പറയുന്നു, ഞാൻ അവരെ നടി എന്നല്ലേ പറഞ്ഞുള്ളൂ, വേറൊരു വാക്ക് അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് കേട്ട ആ പെണ്ണ് ചിരിക്കുന്നു. ആരാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്? നോക്കൂ,
ഇതാണ് ഇവിടെ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. അയാൾ വിചാരിക്കുന്നത് ഈ സ്ത്രീകൾ പോലും എനിക്കെതിരെ പ്രതികരിക്കുന്നില്ല. ഞാനൊരു 4 ദിവസം മുമ്പ് ഞാൻ ഹണി റോസിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. അയാൾ പണക്കാരനായതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ മൗനമായിരുന്നത്? ഈ കമന്റ് ഇടുന്നവർക്കെതിരെ നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തല്ലോ, എന്തുകൊണ്ട് അയാൾക്കെതിരെ നിങ്ങൾ ഒരു പരാതി കൊടുക്കുന്നില്ല? അയാളുടെ കയ്യിൽ പണവും സ്വാധീനവും ഉള്ളത് കൊണ്ടാണോ? അതിനുശേഷം അവരിപ്പോ എന്തായാലും ഈ വൈകിയാണെങ്കിലും ഈ നടപടിയിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നിസ്സാരമായി കാണാതെ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പോലീസുകാർ കൈകാര്യം ചെയ്യണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.